വിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നു. നന്മകൾ കൊണ്ട് നിറയ്ക്കേണ്ട വിശുദ്ധമായ മാസം. റമദാനിന് മുന്നോടിയായി നമ്മുടെ ഉള്ളും പുറവും വൃത്തിയാക്കേണ്ട, സുരക്ഷിതമാക്കേണ്ട പുണ്യമാസമാണ് വിശുദ്ധമായ റജബ് മാസം. റമദാൻ എന്ന മഹനീയമായ അതിഥിയെ സ്വീകരിക്കാൻ അതിന് മുന്നോടിയായാണ് റജബ് മാസവും ശഅബാൻ മാസവും നമ്മുടെ മുന്നിലുള്ളത്. ഈ വിശുദ്ധമായ മാസങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. റമദാൻ എത്തിയിട്ട് നന്നാകാം എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന പലരും ഇന്ന് ഇല്ല എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. മുൻഗാമികളായ മഹത്തുക്കൾ മറ്റു മാസങ്ങളെക്കാൾ റജബ് മാസത്തെ പ്രത്യേകം പരിഗണിക്കുകയും റമദാനിനു വേണ്ടി തയ്യാറാകുവാൻ അവരുടെ മാനസികവും ശാരീരികവുമായ ശുദ്ധിയിലേക്ക് അവർ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും വിശുദ്ധമായ റജബ് മാസം തങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുപ്പിക്കാൻ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക മുൻഗാമികളുടെ പതിവായിരുന്നു. വർദ്ധിതമായ ഇസ്തിഗ്ഫാറുകൾ അവരുടെ ഉള്ളും പുറവും പ്രശോഭിതമാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. അള്ളാഹു പരിഗണിച്ചതിനെ നാം പരിഗണിക്കുക എന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. മുസൽമാന്റെ ഓരോ ജീവിതവും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കണം കടന്നു പോകേണ്ടത്. റജബ് മാസത്തിൽ നമുക്ക് പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ സമയങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴും അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട നന്മകൾ ആ സമയത്ത് തന്നെ നാം ചെയ്യുക എന്നത് ആഖിറം വിജയിക്കുന്ന ഒരു മുഅ്മിനിന്റെ ലക്ഷണമായി ഗണിക്കപ്പെടുന്നതാണ്. റജബ് മാസത്തിലെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും പത്തുകളിൽ പ്രത്യേകം ചൊല്ലാനായി മഹാന്മാർ പ്രത്യേകമായ ദിക്റുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റജബ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ 100 തവണ ചൊല്ലണം. ആദ്യത്തെ 10-ൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ 100 തവണ വീതം ഓരോ ദിവസവും ഓരോ മുഅ്മിനായ വ്യക്തിയും ചൊല്ലേണ്ട ദിക്റാണ്. 2-ാമത്തെ 10-ൽ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്ന ദിക്ർ ഓരോ ദിവസവും 100 വീതം 10 ദിവസം 2-ാമത്തെ 10-ൽ ചൊല്ലേണ്ട ദിക്റാണ്. റജബിന്റെ 3-ാമത്തെ 10-ൽ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന ദിക്ർ ഓരോ ദിവസവും 100 പ്രാവശ്യം വീതം ചൊല്ലാൻ പ്രത്യേകം മഹാന്മാർ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ 3 ദിക്റുകളും ഓരോ 10-ലും ചെല്ലുന്നവർക്ക് വിവരിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രതിഫലം നൽകപ്പെടുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നാം ചൊല്ലേണ്ട ദിക്ർ 1-ാമത്തെ 10-ൽ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, 2-ാമത്തെ 10-ൽ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, 3-ാമത്തെ 10-ൽ സുബ്ഹാനല്ലാഹിർ റഊഫ്. ഈ 3 ദിക്റുകളും ഓരോ 10-ലും 100 എണ്ണം വീതം കൃത്യമായി നാം ചൊല്ലി സമയബന്ധിതമായി ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നാം ചൊല്ലാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദിക്റിലായി, അള്ളാഹുവിൻ്റെ ഫിക്റിലായി, അവനെക്കുറിച്ചുള്ള ഓർമ്മയിലായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. ഏത് നിമിഷമാണ് നമ്മളുടെ ജീവിതം, ഈ ദുന്യവിയായ ജീവിതം അവസാനിക്കുകയെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ലല്ലോ. എത്ര കാലം ജീവിക്കുന്നു എന്നതിനേക്കാൾ ജീവിച്ച കാലം എങ്ങനെയായിരുന്നു എന്നതിനെ പരിഗണിച്ചാണ് ആഖിറത്തിലെ വിജയമുണ്ടാവുക. നല്ല സമയങ്ങൾ, നല്ല നേരങ്ങൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി ആഖിറം വിജയിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധമായ റജബ് മാസത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളെയെല്ലാം നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.